10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പാഠഭാഗം 10ലെ 4ാമത്തെ അധ്യായം പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, ലോഹ നിർമ്മാണം. അതിൽ മെറ്റലർജിയുടെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്, ലോഹ നിഷ്കർഷണത്തിൻ്റെ വിവിധ സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ, അതായത് ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം. നമ്മുടെ നിത്യജീവിതത്തിൽ ഇരുമ്പിന് എത്രത്തോളം പ്രാധാന്യമുള്ള ലോഹമാണെന്നൊക്കെ നമുക്കറിയാം അല്ലേ? കൊച്ചു ക്ലാസ്സുകളിൽ മുതൽ പഠിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഇരുമ്പിൻ്റെ ഓറിൽ നിന്ന് എങ്ങനെ ഇരുമ്പിനെ സെപ്പറേറ്റ് ചെയ്യുന്നു? സോ ഹൗ ദ അയൺ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ ഓർ. സോ ബിഫോർ ഡിസ്കസിങ് ഇറ്റ്, വാട്ട് ആർ ദ മിനറൽസ് ഓഫ് അയൺ? ഡു യു റിമെമ്പർ വാട്ട് ആർ ദ മിനറൽസ് ഓഫ് അയൺ? ഇരുമ്പിൻ്റെ അയിരുകളല്ല, ധാതുക്കൾ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇരുമ്പിൻ്റെ ധാതുക്കളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അതുപോലെ അയൺ പൈറൈറ്റ്സ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്സ്. ദെൻ വാട്ട് ആർ ദ ഓർസ് ഓഫ് അയൺ? ഇരുമ്പിൻ്റെ അയിരുകൾ ഏതൊക്കെയാണ്? ഇരുമ്പിൻ്റെ അയിരുകളാണ് Fe2O3 ഹേമറ്റൈറ്റ്, Fe3O4 മാഗ്നറ്റൈറ്റ്. അപ്പോൾ ഇരുമ്പ് സാധാരണയായിട്ട് പ്രകൃതിയിൽ കാണപ്പെടുന്നത് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റീസ് എന്നുള്ള 3 രൂപത്തിലാണ്. അതിൽ ഇരുമ്പിൻ്റെ അയിരുകളാണ്, ഓറുകളാണ് ഹേമറ്റൈറ്റ് ആൻഡ് മാഗ്നറ്റൈറ്റ്. അതിൻ്റെ കെമിക്കൽ ഫോർമുലയും കൂടെ ശ്രദ്ധിക്കണം. Fe2O3 ഹേമറ്റൈറ്റ്, Fe3O4 മാഗ്നറ്റൈറ്റ്. ഇനി ഇതിൽ ഇരുമ്പിൻ്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന ഓറാണ് ഹേമറ്റൈറ്റ്. ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഓർ അല്ലെങ്കിൽ അയിരാണ് ഹേമറ്റൈറ്റ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഹേമറ്റൈറ്റിൽ നിന്ന് എങ്ങനെയാണ് ഇരുമ്പിനെ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഹേമറ്റൈറ്റിൽ നിന്ന് എങ്ങനെയാണ് ഇരുമ്പിനെ മാത്രമായിട്ട് വേർതിരിക്കുന്നത്? അപ്പം അങ്ങനെ വേർതിരിക്കുന്നതിന് മുമ്പ് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ഓർ. സോ വാട്ട് ആർ ദ കോൺസെൻട്രേഷൻ ടെക്നിക്സ് യൂസ്ഡ് ഹിയർ? അയിരിലെ മാലിന്യം നീക്കം ചെയ്യാൻ എന്തൊക്കെ മാർഗങ്ങളാണ് മുമ്പ് പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഹേമറ്റൈറ്റിലെ മാലിന്യം നീക്കം ചെയ്യാൻ നമുക്കിവിടെ അപ്ലൈ ചെയ്യാവുന്ന മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ, ഹൈഡ്രോളിക് വാഷിംഗ്, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക. അപ്പോൾ സാന്ദ്രത കുറഞ്ഞ മാലിന്യങ്ങൾ, അതായത് ലോ ഡെൻസർ ഇമ്പ്യൂരിറ്റീസ് ആർ റിമൂവ്ഡ് ബൈ ഹൈഡ്രോളിക് വാഷിംഗ്. സാന്ദ്രത കുറഞ്ഞ മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകുമ്പോൾ മാലിന്യങ്ങൾ ഒഴുകിപ്പോകുന്നു. രണ്ടാമത്തെ, മാഗ്നറ്റിക് സെപ്പറേഷൻ. കാന്തിക സ്വഭാവമുള്ള അയിരിൻ്റെ കാന്തിക സ്വഭാവമാണെങ്കിലും അല്ലെങ്കിൽ മാലിന്യത്തിൻ്റെ കാന്തിക സ്വഭാവമാണെങ്കിലും ഏത് ഉപയോഗിക്കാം? മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിച്ച് കുറേ മാലിന്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി നമുക്ക് റിമൂവ് ചെയ്യും. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് റോസ്റ്റിംഗ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചതാണ്, റോസ്റ്റിംഗ് കാൽസിനേഷൻ. അപ്പോൾ ഹേമറ്റൈറ്റിൽ ഇമ്പ്യൂരിറ്റി റിമൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് റോസ്റ്റിംഗ്. അപ്പോൾ റോസ്റ്റിങ്ങിൽ എന്താ സംഭവിക്കുന്നത്? റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ heat the ore in the presence of air till the below the melting point. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റിന് അല്ലെങ്കിൽ ദ്രവണാങ്കത്തിൽ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുമ്പോൾ ഹേമറ്റൈറ്റിൽ നിന്ന് സൾഫർ, ആഴ്സണിക്, ഫോസ്ഫറസ് തുടങ്ങിയ ഇമ്പ്യൂരിറ്റീസ്, മാലിന്യങ്ങൾ അവയുടെ ഓക്സൈഡുകളായി നീക്കം ചെയ്യും. അപ്പോൾ ഏതൊക്കെയാണ് ഇതിലുള്ള ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് റോസ്റ്റിംഗ് മുഖേന സെപ്പറേറ്റ് ചെയ്യുന്ന ഏതാണ്? സൾഫർ, അതുപോലെ ആഴ്സണിക്, ഫോസ്ഫറസ്. സൾഫർ, ആഴ്സണിക്, ഫോസ്ഫറസ് തുടങ്ങിയ ഇമ്പ്യൂരിറ്റീസ് റോസ്റ്റിംഗ് മുഖേന അവയുടെ ഓക്സൈഡ്, കറസ്പോണ്ടിങ് ഓക്സൈഡായി മാറി ഇവാപ്പറേറ്റ് ചെയ്യും. അതായത് ഹേമറ്റൈറ്റിനെ റോസ്റ്റിങ്ങിന് വിധേയമാക്കുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള സൾഫർ, ആഴ്സണിക്, ഫോസ്ഫറസ് ഇവ അവയുടെ ലോഹ ഓക്സൈഡുകളായി മാറി വാതക രൂപത്തിൽ പുറത്തു വരും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്നുള്ളതിൽ ഹേമറ്റൈറ്റിലെ മാലിന്യം നീക്കം ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഹൈഡ്രോളിക് വാഷിംഗ്, ജലപ്രവാഹത്തിൽ കഴുകൽ, മാഗ്നറ്റിക് സെപ്പറേഷൻ, കാന്തിക വിഭജനം, പിന്നെ റോസ്റ്റിംഗ് മുഖേന സൾഫറും ആഴ്സണിക്കും ഫോസ്ഫറസ് ഇവയുടെ ഇമ്പ്യൂരിറ്റീസ് ഇവ കറസ്പോണ്ടിങ് ഓക്സൈഡ്, മെറ്റാലിക് ഓക്സൈഡായി മാറി ഗ്യാസിയസ് സ്റ്റേറ്റിൽ വാതക രൂപത്തിൽ പുറത്തു വരുന്നു.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഇമ്പ്യൂരിറ്റി റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് കഴിഞ്ഞു. നമ്മുടെ ഇമ്പ്യൂരിറ്റി റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. ഇനി ഇതിൻ്റെ കൂടെ ഇപ്പോൾ സൾഫർ, ആഴ്സനിക്, ഫോസ്ഫറസ് വാതക രൂപത്തിൽ, ലോഹ ഓക്സൈഡുകളായിട്ട് അവ വാതക രൂപത്തിൽ പുറത്തു വരുന്നു. അതിൻ്റെ കൂടെ വാട്ടർ വേപ്പർ, റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ, ചൂടാക്കുക അല്ലേ. വാട്ടർ വേപ്പർ എന്ന് പറയുമ്പോൾ എന്താ, ജലാംശം ഉണ്ടെങ്കിൽ അത് നീരാവിയായിട്ട് പുറത്തു പോകുന്നു. അപ്പോൾ അയിരിൻ്റെ കൂടെ ഈർപ്പമുണ്ടെങ്കിൽ അതും കൂടി റോസ്റ്റിംഗ് മുഖേന പുറത്തു വരുന്നു. ഇനി ഇത്രയും ഇമ്പ്യൂരിറ്റീസ് പുറമെ അതിൽ കാണപ്പെടുന്ന വേറൊരു ഇമ്പ്യൂരിറ്റി മാലിന്യമാണ് SiO2. SiO2 എന്ന് പറയുമ്പോൾ സിലിക്ക, SiO2 സിലിക്കൺ ഡയോക്സൈഡാണ്. സിലിക്ക എന്ന് പറയുമ്പോൾ എന്താണ്, മണലാണ്. ഈ SiO2 എന്നുള്ള ഇമ്പ്യൂരിറ്റി, ഈ മാലിന്യം കൂടെ ഹേമറ്റൈറ്റിൻ്റെ കൂടെ കെമിക്കലി കമ്പൈൻഡ് ആയിട്ടുണ്ടാവും, രാസപരമായിട്ട് ചിലപ്പോൾ സംയോജിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ സിലിക്ക പോലുള്ള ഇമ്പ്യൂരിറ്റി നീക്കം ചെയ്യാൻ ഇനി ഏത് മാർഗമാണ് ഉപയോഗിക്കേണ്ടത്? ഇനി നമുക്ക് അത് ചർച്ച ചെയ്യാം. അതിന് മുൻപായിട്ട് എങ്ങനെയാണ് ഇരുമ്പിൻ്റെ നിർമ്മാണം, അതിനുപയോഗിക്കുന്ന സംവിധാനം എന്താണ്? അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത് പ്രഥമ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പിൽ മാലിന്യങ്ങളെ എങ്ങനെ നീക്കം ചെയ്യാം, അതിന് 3 മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിലൂടെ നീക്കം ചെയ്യപ്പെടുന്ന ഇമ്പ്യൂരിറ്റീസ്, അപദ്രവ്യങ്ങൾ ഏതൊക്കെയാണ്? എന്നിട്ടും ഈ റോസ്റ്റിംഗ് കഴിഞ്ഞിട്ടും പിന്നെയും അവശേഷിക്കുന്ന മാലിന്യമാണ് ഹേമറ്റൈറ്റിലുള്ള സിലിക്ക. ഇതിനെ എങ്ങനെ നീക്കം ചെയ്യാമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഇരുമ്പിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രോസസ്സ് പഠിക്കാം. അപ്പോൾ ആ പ്രോസസ്സ് ബ്ലാസ്റ്റ് ഫർണസ് എന്നുള്ളൊരു സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഇരുമ്പ് വ്യാവസായികമായി നിർമ്മിക്കുന്നത്. ബ്ലാസ്റ്റ് ഫർണസ് എന്ന സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഇരുമ്പ് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത്. ആ പ്രവർത്തനത്തിൻ്റെ ക്രമം നമുക്കൊന്ന് കാണാം. മനുഷ്യൻ ഇരുമ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 5000 വർഷമായി. ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹങ്ങളിൽ 2ാം സ്ഥാനം ഇരുമ്പിനാണുള്ളത്. ഇരുമ്പിൻ്റെ വിവിധ ഉപയോഗങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഇരുമ്പിൻ്റെ അയിരുകളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് എന്നിവ. അയിരിൽ പലതരത്തിലുള്ള മാലിന്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇത് നീക്കം ചെയ്യുകയാണ് ലോഹനിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം. ഇതിനെ അയിരിൻ്റെ സാന്ദ്രണം അഥവാ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് പറയുന്നു. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഹേമറ്റൈറ്റ്, ചുണ്ണാമ്പുകല്ല്, കോക്ക് ഇവയുടെ മിശ്രിതം ധാരധാരയായി ഇടുന്നു. അതിനുശേഷം ചൂടുള്ള വായു മുകളിലേക്ക് കടത്തിവിടുന്നു. ചൂടുള്ള വായുപ്രവാഹം, ശക്തിയേറിയ ചൂടുള്ള വായുപ്രവാഹം, അതായത് ഹോട്ട് എയർ ബ്ലാസ്റ്റ് ഫർണസിനുള്ളിലേക്ക് കടത്തിവിടുന്നു. ഈ വായു കാർബണുമായി പ്രവർത്തിച്ച് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡാണ് ഇരുമ്പിനെ ഹേമറ്റൈറ്റിൽ നിന്ന് വേർതിരിക്കാനുള്ള നിരോക്സീകാരി അഥവാ റെഡ്യൂസിങ് ഏജൻ്റായി പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തനത്തിലൂടെ ഫർണസിനുള്ളിൽ ഉയർന്ന താപനില ഉണ്ടാകുന്നു. കാർബൺ മോണോക്സൈഡ് എന്ന നിരോക്സീകാരി, റെഡ്യൂസിങ് ഏജൻറ്റ് ഹേമറ്റൈറ്റിനെ നിരോക്സീകരിച്ച് ഇരുമ്പാക്കി വേർതിരിക്കുന്നു. ഫർണസിനുള്ളിലെ ഉയർന്ന ഊഷ്മാവിൽ ചുണ്ണാമ്പുകല്ല് അഥവാ ലൈംസ്റ്റോൺ വിഘടിച്ച് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറുന്നു. ഈ കാൽസ്യം ഓക്സൈഡാണ് ഹേമറ്റൈറ്റിൽ അടങ്ങിയിരിക്കുന്ന സിലിക്ക എന്ന മാലിന്യത്തെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്ലക്സ്. കാൽസ്യം ഓക്സൈഡ് സിലിക്ക എന്ന മാലിന്യം ഗാങ്ങുമായി പ്രവർത്തിച്ച് കാൽസ്യം സിലിക്കേറ്റ് എന്ന സ്ലാഗ് ഉണ്ടാകുന്നു. അപ്പോൾ സിലിക്ക എന്ന് പറയുന്ന അപദ്രവ്യം അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി സ്ലാഗായി നീക്കം ചെയ്യപ്പെടുന്നു. പിന്നീട് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ഉരുകിയ അയണിനെ, ഇരുമ്പിനെ പറയുന്ന പേരാണ് പിഗ് അയൺ. ഇതിൽ കാർബൺ, സൾഫർ, ഫോസ്ഫറസ്, മാംഗനീസ്, സിലിക്ക ഇവയുടെ ചെറിയ അംശം അടങ്ങിയിരിക്കും. പിഗ് അയണിനെ വീണ്ടും ചൂടാക്കി ഉരുക്കിയെടുക്കുന്നതാണ് കാസ്റ്റ് അയൺ. കാസ്റ്റ് അയണിൽ 95% ഇരുമ്പ് അടങ്ങിയിരിക്കുന്നു. 0.1 മുതൽ 1.5% വരെ കാർബൺ അടങ്ങിയ ഇരുമ്പാണ് സ്റ്റീൽ. ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന പ്രവർത്തനം എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. അപ്പോൾ ഇനി സമവാക്യങ്ങൾ നമുക്ക് വീണ്ടും ഒന്ന് പരിശോധിക്കാം.
ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇടുന്ന അസംസ്കൃത വസ്തുക്കൾ. ദാറ്റ് മീൻസ് ദ റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ് ആർ കോക്ക്, ലൈംസ്റ്റോൺ ആൻഡ് ഹേമറ്റൈറ്റ്. ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഉപയോഗിക്കുന്ന നമ്മൾ ഇട്ട് കൊടുക്കുന്ന അസംസ്കൃത പദാർത്ഥങ്ങളാണ് കോക്ക്. കോക്ക് എന്ന് പറഞ്ഞാൽ കാർബൺ, കരി. കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ ചുണ്ണാമ്പ് കല്ല് അഥവാ ലൈംസ്റ്റോൺ. പിന്നെ ഹേമറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ അയിര്. അപ്പോൾ ഈ 3 പദാർത്ഥങ്ങളാണ് ബ്ലാസ്റ്റ് ഫർണസിലേക്ക് തുടർച്ചയായി ഇട്ട് കൊടുക്കുന്നത്. ചുണ്ണാമ്പ് കല്ല്, കോക്ക്, ഹേമറ്റൈറ്റ്. ഇനി അവിടെ നടക്കുന്ന ഒന്നാമത്തെ രാസപ്രവർത്തനം നോക്കാം. ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ശക്തിയേറിയ ചൂടായ വായുപ്രവാഹം കടത്തിവിടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന കോക്ക് അഥവാ കാർബൺ ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. കാർബൺ ഡൈ ഓക്സൈഡും പ്ലസ് താപം, ഹീറ്റും പുറത്തുവിടുന്നു. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കാർബണുമായി പ്രവർത്തിച്ച് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നു. കാർബൺ മോണോക്സൈഡ്. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഈ കാർബൺ മോണോക്സൈഡാണ് ഇരുമ്പിൻ്റെ നിർമ്മാണത്തിൽ നിരോക്സികാരി അഥവാ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം ഇരുമ്പിൻ്റെ നിർമ്മാണത്തിൽ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് അല്ലെങ്കിൽ നിരോക്സികാരിയായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് കാർബൺ മോണോക്സൈഡ്. ആശയം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കോക്ക് അല്ലെങ്കിൽ കാർബൺ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള കാരണം എന്താണ്? കാർബൺ മോണോക്സൈഡ് എന്നുള്ള റെഡ്യൂസിങ് ഏജൻറ്റ് അഥവാ നിരോക്സികാരി പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ കാർബൺ മോണോക്സൈഡ് ഹേമറ്റൈറ്റിനെ റെഡ്യൂസ് ചെയ്ത് ഇരുമ്പാക്കി വേർതിരിക്കുന്നു. അയൺ പ്ലസ് 3CO2, Fe2O3 പ്ലസ് 3CO gives 2Fe പ്ലസ് 3CO2. അതായത് ഇവിടെ ഇരുമ്പിനെ വേർതിരിക്കുന്നു. ഹേമറ്റൈറ്റിൽ നിന്ന് ഇരുമ്പിനെ വേർതിരിക്കുന്നത് ആരാണ്? കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ നിരോക്സികാരി അഥവാ റെഡ്യൂസിങ് ഏജൻ്റ് ആണ് ഹേമറ്റൈറ്റിൽ നിന്ന് ഇരുമ്പിനെ വേർതിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രവർത്തനം ഏതാണ്? റിഡക്ഷൻ അഥവാ നിരോക്സീകരണം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ, അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാനുള്ള ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? റിഡക്ഷൻ അഥവാ നിരോക്സീകരണം. അപ്പോൾ ഇവിടെ റിഡക്ഷൻ നടത്തുന്നത് ആരാണ്? കാർബൺ മോണോക്സൈഡ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് എന്നുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആണ് ഹേമറ്റൈറ്റിനെ റെഡ്യൂസ് ചെയ്ത് അയൺ ആക്കി സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇവോൾവിംഗ് ഗ്യാസ് ഏതാണ്? കാർബൺ ഡയോക്സൈഡ്. ഇനി എന്തിനാണ് ലൈംസ്റ്റോൺ ചേർക്കുന്നത്? പരീക്ഷയ്ക്ക് സാധാരണ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ലൈംസ്റ്റോൺ അല്ലെങ്കിൽ ചുണ്ണാമ്പുകല്ല് ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ചേർക്കുന്നത് എന്തിനാണ്? അപ്പോൾ അറ്റ് ഹൈ ടെമ്പറേച്ചർ ലൈംസ്റ്റോൺ ഈസ് ഡീകമ്പോസ്ഡ് ഇൻടു കാൽസ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ബ്ലാസ്റ്റ് ഫർണസിലുള്ള ഉയർന്ന ഊഷ്മാവിൽ ചുണ്ണാമ്പുകല്ല് വിഘടിച്ച് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ഉണ്ടാകുന്നു. ഈ കാൽസ്യം ഓക്സൈഡിന് ബേസിക് സ്വഭാവമാണ്. കാൽസ്യം ഓക്സൈഡ് എങ്ങനെയുള്ള സബ്സ്റ്റൻസ് ആണ്? ബേസിക് സ്വഭാവമാണ്. ബേസിക സ്വഭാവമുള്ള പദാർത്ഥമാണ് കാൽസ്യം ഓക്സൈഡ്. അപ്പം നമ്മൾ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്, ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി നീക്കം ചെയ്യാനുള്ള ഇമ്പ്യൂരിറ്റിയാണ് ഏത്? സിലിക്ക, SiO2, സിലിക്കൺ ഡയോക്സൈഡ്. സിലിക്കൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ സിലിക്ക എന്ന് പറയുമ്പോൾ മണലാണ്. അപ്പോൾ ഹേമറ്റൈറ്റിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള സിലിക്കയെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? ലൈംസ്റ്റോൺ അഥവാ ചുണ്ണാമ്പുകല്ല് ചേർക്കുന്നത്. ഇപ്പോൾ ചുണ്ണാമ്പുകല്ല് വിഘടിച്ച് കാൽസ്യം ഓക്സൈഡ് ഉണ്ടാവുന്നു. കാൽസ്യം ഓക്സൈഡിന് ബേസിക് സ്വഭാവമാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ സിലിക്കയ്ക്ക് ഏത് സ്വഭാവമാണ്? ആസിഡിക് സ്വഭാവമാണ്. സിലിക്ക ആസിഡിക് സ്വഭാവമാണ്. ആസിഡ് ഗുണമുള്ളതാണ് സിലിക്ക. അപ്പോൾ ഇവിടെ ഇമ്പ്യൂരിറ്റി അഥവാ അപദ്രവ്യത്തിന് ആസിഡ് സ്വഭാവമുള്ളത് കൊണ്ട് ബേസിക സ്വഭാവമുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്ത് ചേർക്കുന്നത്? ചുണ്ണാമ്പുകല്ല് ചേർക്കുന്നത്. അപ്പോൾ ചുണ്ണാമ്പുകല്ല് ഉയർന്ന ഊഷ്മാവ് വിഘടിച്ച് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡായി മാറുന്നു. കാൽസ്യം ഓക്സൈഡ് ഈ സിലിക്കയുമായി പ്രവർത്തിച്ച് കാൽസ്യം സിലിക്കേറ്റായി മാറുന്നു. കാൽസ്യം ഓക്സൈഡിനെ പറയുന്ന പേരാണ് ഫ്ലക്സ്. സിലിക്ക SiO2, സിലിക്കൺ ഡൈ ഓക്സൈഡിനെ അല്ലെങ്കിൽ സിലിക്കയെ പറയുന്ന പേരാണ് ഗ്യാങ്. ഇത് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ മാലിന്യമായിട്ടുള്ളത് ഏതാണ്? ഗ്യാങ് ആണ്, SiO2 ആണ്. അപ്പോൾ ഈ ഫ്ലക്സ് ഈ ഗ്യാങ്ങുമായി പ്രവർത്തിച്ച് കാൽസ്യം സിലിക്കേറ്റ് എന്നുള്ള പദാർത്ഥമായി മാറുന്നു. CaSiO3, കാൽസ്യം സിലിക്കേറ്റ്. അപ്പോൾ കാൽസ്യം സിലിക്കേറ്റിനെ പറയുന്ന പേരാണ് സ്ലാഗ്. അപ്പോൾ ഫ്ലക്സ് റിയാക്ട് വിത്ത് ഗ്യാങ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് സ്ലാഗ്. അപ്പോൾ ഹേമറ്റൈറ്റിൻ്റെ കൂടെ ഇമ്പ്യൂരിറ്റി ആയിട്ടുണ്ടായിരുന്ന സിലിക്കയെ എന്താക്കിയിട്ട് റിമൂവ് ചെയ്തു? കാൽസ്യം സിലിക്കേറ്റ് ആക്കിയിട്ട് സ്ലാഗ് രൂപത്തിൽ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നു.
അപ്പോൾ ഹേമറ്റൈറ്റിൻ്റെ കൂടെയുള്ള ആസിഡിക് സ്വഭാവമുള്ള ഇംപ്യൂരിറ്റി അഥവാ അപദ്രവ്യമാണ്, മാലിന്യമാണ് SiO2. ഈ SiO2നെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ചേർക്കുന്നത്? ലൈംസ്റ്റോൺ അഥവാ ചുണ്ണാമ്പുകല്ല് ചേർക്കുന്നത്. ചുണ്ണാമ്പുകല്ല് വിഘടിച്ചുണ്ടാകുന്ന കാൽസ്യം ഓക്സൈഡ് ബേസിക സ്വഭാവമുള്ളതാണ്. അത് ആസിഡിക് സ്വഭാവമുള്ള സിലിക്കയുമായി പ്രവർത്തിച്ച് കാൽസ്യം സിലിക്കേറ്റ് എന്ന സ്ലാഗായി മാറുന്നു. ഈ സ്ലാഗിനെ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് നീക്കം ചെയ്യുന്നു. ഇനി ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ഇരുമ്പിനെ പറയുന്ന പേരാണ് പിഗ് അയൺ. അതിൽ സൾഫർ, അതുപോലെ ആഴ്സനിക്, ഫോസ്ഫറസ് തുടങ്ങിയ കാർബൺ അടങ്ങിയ ചില അപദ്രവ്യങ്ങൾ വീണ്ടും വളരെ ചെറിയ അളവിൽ ഉണ്ടായിരിക്കും. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ഉരുകിയ രൂപത്തിലുള്ള ഇരുമ്പിനെ പറയുന്ന പേരാണ് പിഗ് അയൺ. അപ്പോൾ ഇരുമ്പിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന സമവാക്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇരുമ്പിൻ്റെ നിർമ്മാണം, വ്യാവസായിക നിർമ്മാണം, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം എല്ലാവർക്കും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സമവാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതണം. അതുപോലെ നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി പാഠഭാഗം അടുത്ത ക്ലാസ്സിൽ. അതുകൂടാതെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിൾ 4.5 4.5 എന്നുള്ള പട്ടിക സയൻസ് ഡയറിയിൽ എല്ലാവരും പൂരിപ്പിക്കണം.